പൈതൃക മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മള് രാമരാജ്യം എന്ന് പറയാറുണ്ട്. പാണ്ഡവരില് ധർമ്മപുത്രൻ എന്ന് പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ശരിക്കും പേര് യുധിഷ്ഠിരൻ എന്നാണ്. ധർമ്മപുത്രൻ എന്ന് പറയാറുണ്ട്. ധർമ്മം എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന സ്വഭാവമായിരുന്നു. അതുകൊണ്ടാണ് ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ എന്ന് പറയാം. ചതുർവിധ പുരുഷാർത്ഥങ്ങൾ. യമ ധർമ്മരാജാവ് എന്നാ പറയാ. യമനെ ധർമ്മരാജാവ് എന്ന് പറയാൻ കാരണം എന്താ അറിയാമോ? എത്ര പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും മന്ത്രിയാണെങ്കിലും MLA ആണെങ്കിലും കറക്റ്റ് ടൈം ആവുമ്പോൾ അദ്ദേഹം വന്ന് വിളിച്ചോണ്ട് പോകും. അദ്ദേഹത്തിന് വ്യത്യാസമൊന്നുമില്ല ആരോടും. അതുകൊണ്ട് ധാർമ്മികമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാര് ഏറ്റവും അധികം ലോകത്തിലുണ്ടായിരുന്നത് ഭാരതത്തിലാണ്. അതുകൊണ്ട് ഭാരതത്തിന്റെ ജീവിതചര്യ തന്നെ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഹിന്ദു മതം എന്നല്ല ഇതിനെ പറയാം, സനാതന ധർമ്മം എന്നാ പറയാം. ചിരപുരാതനവും നിത്യനൂതനവുമായ ധർമ്മത്തിനെ നമ്മൾ മോറൽ വാല്യൂസ് എന്ന് ഇംഗ്ലീഷിൽ ചിലപ്പോൾ ചിലർ പറയാറുണ്ട്. ധാരയതി ഇതി ധർമ്മ, ധാരണാത് ധർമ്മ. എന്താണോ നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നത്, എന്താണോ നിങ്ങളെ സംരക്ഷിക്കുന്നത്, എന്താണോ നിങ്ങളെ നിലനിർത്തുന്നത്, അതാണ് ധർമ്മം. ഈ ധർമ്മമായിരുന്നു ഭാരതത്തില് എന്നും കഴിഞ്ഞ 10,000 വർഷങ്ങളായിട്ട് ഭാരതത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള നിയമ സംഹിതകള്. ഭാരതത്തിന്റെ നിയമ സംഹിതകള് അതായിരുന്നു. നമ്മള് LLBക്കും LLMനും ഒക്കെ പഠിക്കുന്ന ലോ ബുക്ക് എടുത്ത് നോക്കിയാൽ ഭാരതത്തിന്റെ നിയമ ചരിത്രം ആരംഭിക്കുന്നത് 16-ാം നൂറ്റാണ്ടിലാണെന്ന് എഴുതിയിട്ടുണ്ട്. ഈ നിയമ സംഹിതയുടെ ആരംഭം BC 4500 തുടങ്ങുന്നു. ധർമ്മശാസ്ത്രങ്ങൾ. ധർമ്മശാസ്ത്രങ്ങൾക്ക് വേറൊരു പേര് കൂടിയുണ്ട്, സ്മൃതി ഗ്രന്ഥങ്ങൾ എന്ന് പറയും. എന്താ അതിന് സ്മൃതി ഗ്രന്ഥങ്ങൾ എന്ന് പറയാൻ കാരണം എന്നറിയാമോ? ഓർമ്മയിൽ വെക്കേണ്ട കാര്യങ്ങളാണ്. എന്താ ഓർമ്മയിൽ വെക്കേണ്ടത്? ദേശത്തിനും കാലത്തിനും അനുസരിച്ച് മാറ്റം വരുത്തേണ്ടതായത് കൊണ്ടാണ് സ്മൃതി ഗ്രന്ഥങ്ങൾ എന്ന് പറയാം. ശ്രുതി ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് വേദങ്ങളാണ്. ഒരിക്കലും മാറ്റം വരുത്താൻ പാടില്ല. അതെന്നും അതേപോലെ നിലനിൽക്കണം വേദഗ്രന്ഥങ്ങൾ. കാരണം അതിലുള്ളത് ശാശ്വതമായ സത്യങ്ങളാണ്. ജാതിക്കും മതത്തിനും വിശത്തിനും പ്രായത്തിനും വർഗവർണ്ണ വ്യത്യാസങ്ങൾക്കും ദേശത്തിനും ഭാഷയ്ക്കും അതീതമായിട്ട് നൽകുന്ന സന്ദേശങ്ങളാണ് ശ്രുതി ഗ്രന്ഥങ്ങളിലുള്ളത്. ദേശത്തിനും കാലത്തിന്റെയും അടിസ്ഥാനത്തിൽ നൽകുന്ന ആചാരങ്ങളുടെ സമൂഹമാണ് ധാർമ്മിക ഗ്രന്ഥങ്ങള്, ധർമ്മസൂത്രങ്ങള്, ധർമ്മശാസ്ത്രങ്ങള്, സ്മൃതി ഗ്രന്ഥങ്ങള്. അത് കൽപ്പശാസ്ത്രത്തിന്റെ 3ാമത്തെ ഭാഗമാണ്. ധർമ്മശാസ്ത്രങ്ങൾ ശരിക്കു പറഞ്ഞാൽ, അതായത് ഞാനും നിങ്ങളും അടങ്ങുന്ന ഭാരതീയരും ഭാരതത്തെ ബഹുമാനിക്കുന്നവരും ഭാരതത്തിൽ വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ധർമ്മശാസ്ത്രത്തെ കുറിച്ചാണ്. നിർഭാഗ്യവശാൽ ഒരൊറ്റ ആൾക്കും ഇത് അറിയണം എന്നുള്ള ആഗ്രഹം ജനിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഒരു പഠനക്രമവും ഇല്ല. ശരിക്ക് ഇന്ന് പലരും പറയാറുണ്ട് മൂല്യച്യുതി, മൂല്യശോഷണം ഇതൊക്കെ സംഭവിക്കുന്നു. മൂല്യം എന്താണെന്ന് പറയാതെ എങ്ങനെയാ മൂല്യച്യുതി സംഭവിക്കുന്നു എന്ന് പറയാ? വീണ്ടും ഞാൻ പറയുന്നു, കൽപ്പശാസ്ത്രത്തിന്റെ 5ാമത്തെ ഭാഗമായ ഈ വളരെ ഭംഗിയായിട്ട് വിവരിക്കുന്ന വേദാംഗത്തിന്റെ 5ാമത്തെ ഭാഗമായ കൽപ്പശാസ്ത്രത്തില്, ഒന്നുകൂടി പറയുന്നു, വേദാംഗത്തിലെ 5ാമത്തെ ഭാഗമായ കൽപ്പസൂത്രത്തില് വിവരിക്കുന്ന ശ്രൗതസൂത്രം, സുൽഭസൂത്രം, പിതൃമേധസൂത്രം കഴിഞ്ഞു വരുന്നതാണ് ധർമ്മസൂത്രം, ധർമ്മശാസ്ത്രം. ആ ധർമ്മശാസ്ത്രത്തിലാണ് ഒരമ്മ, അച്ഛൻ, മകൻ, മകള്, വലിയച്ഛൻ, വലിയമ്മ തുടങ്ങി അമ്മാവന്മാര് മുതൽക്ക് കുടുംബാംഗങ്ങള്, സമൂഹത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികള്, നിയമജ്ഞന്മാര്, ഭരണാധികാരികള്, ഭരണാധികാരികളെ സഹായിക്കുന്ന മന്ത്രിമാര്, ആ മന്ത്രിമാർക്ക് ഉപദേശം തരുന്ന ആസ്ഥാന ജ്യോതിഷന്മാര്, ആസ്ഥാന വിദ്വാൻമാര്, ആസ്ഥാന ഗുരുക്കന്മാര്, രാജഗുരുക്കന്മാര്, ഇവരുടെ എല്ലാവരുടെയും ഗുണങ്ങളും സ്വഭാവങ്ങളും
അനുഷ്ഠിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വങ്ങളും പൂർണ്ണമായിട്ടും പദാനുപദം വിവരിക്കുന്നത് ധർമ്മശാസ്ത്രത്തിലാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി, ഇതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ലഭ്യമല്ല എന്ന്. ശരിക്കും അത് ഒരിക്കൽ നിങ്ങൾ വായിച്ചാൽ ഏതെങ്കിലും ഒരു ധർമ്മശാസ്ത്രം, ഇപ്പോൾ മനുവിൻ്റെ ധർമ്മശാസ്ത്രത്തിനെ പറയുന്ന പേരാണ് മനുസ്മൃതി എന്ന്. കാത്യായനൻ്റെ ധർമ്മശാസ്ത്രമുണ്ട്, കാത്യായന ധർമ്മശാസ്ത്രം. മാനവ ധർമ്മശാസ്ത്രം, കാത്യായന ധർമ്മശാസ്ത്രം. ആപസ്തംഭ ധർമ്മശാസ്ത്രം, ബൗദ്ധായന ധർമ്മശാസ്ത്രം. ഇതാണ് പ്രധാനപ്പെട്ട 4 ധർമ്മശാസ്ത്രങ്ങൾ. വലിയ ഗ്രന്ഥങ്ങളാണ്, ആയിരക്കണക്കിന് പേജുകളുള്ള ഈ ഗ്രന്ഥത്തില് ജനനം മുതൽക്ക് മരണം വരെ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങള്, ചിങ്ങമാസം 1-ാം തീയതി മുതൽക്ക് കർക്കിടക മാസം 31-ാം തീയതി വരെ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങള്, പ്രഭവ എന്ന സംവത്സരത്തിൽ നിന്ന് ആരംഭിച്ച് രുദ്രാക്ഷി, ഭദ്രാക്ഷി, നാമ, രക്താക്ഷി, രുദ്രാക്ഷി, രക്താക്ഷി, നാമ സംവത്സര പര്യന്തം 60 വർഷങ്ങളിൽ അനുഷ്ഠിക്കേണ്ടതായ ആചാരങ്ങൾ, ഇവയെല്ലാം പദാനുപദം വിവരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം. ആ ധർമ്മശാസ്ത്രത്തിലെ ഗ്രന്ഥങ്ങളിൽ അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ടുണ്ട്. വീണ്ടും പറയുന്നു, അഡീഷൻ നടത്തിയിട്ടുണ്ട് കാലക്രമത്തില്, ഡിലീഷൻ നടത്തിയിട്ടുണ്ട് കാലവും ദേശവും വരുമ്പോഴത്തേക്കും, മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്, അതേപോലെ കറക്ഷൻ വരുത്തിയിട്ടുണ്ട്. എന്താ കാരണം? ഒരു പ്രത്യേക ധർമ്മശാസ്ത്രം ഒരു പ്രദേശത്തിന് ആപ്ലിക്കബിൾ ആണെങ്കിൽ അതിലെല്ലാ കാര്യങ്ങളും മറ്റൊരു ദേശത്തിലുള്ളവർക്ക് ആപ്ലിക്കബിൾ ആകണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്കറിയാം, കേരളത്തിലെ പൂജാരിമാര് കുളത്തിൽ കുളിച്ചാണ് പൂജ നടത്തുക. കാശ്മീരിൽ പോയാൽ കുളത്തിൽ കുളിച്ച് പൂജ നടത്തിയാലുള്ള അവസ്ഥ എന്താ? ഇതേപോലെയുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ അല്ലെങ്കിൽ വിവരണം അടുത്ത തിങ്കളാഴ്ച നിങ്ങൾക്ക് നൽകുന്നുണ്ടാവും. എൻ്റെ പ്രണാമം, നമസ്കാരം.